ആക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ മറുപടി ഇന്ന് വന്നു. ചെറ്റപ്പുരയും ചെറ്റക്കുടിലും അടിസ്ഥാന വർഗത്തിന്റെ പുരയാണ്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ചത് വഴി മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ലെന്നും സുധാകരൻ പറഞ്ഞു. പാർലമെന്ററി വ്യാമോഹമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും സുധാകരൻ മറുപടി നൽകുകയുണ്ടായി. മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ച ആളല്ലേ എന്ന് സുധാകരൻ ചോദിച്ചു. മരിക്കുന്നതുവരെ AKG പാർലമെന്ററി മെമ്പർ ആയിരുന്നു. ആർക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രി മത്സരിച്ചതെന്ന് സുധാകരൻ പറഞ്ഞു. മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഓടാട്ടുകാർ ഇവിടെ കാണും ചെറ്റപ്പുര പ്രയോഗം. ചെറ്റപ്പുര ചെറ്റക്കുടിൽ പാവപ്പെട്ടവന്റെ വീടാണത്. പാവപ്പെട്ടവന്റെ അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ഞാനൊരു 10-18 വയസ്സ് വരെ ഓലമേഞ്ഞ മൺകട്ട കൊണ്ട് ഭിത്തി ഉണ്ടാക്കിയ എൻ്റെ അമ്മ ചാണകം ചേർത്ത് മെഴുകുന്ന അവിടെ തന്നെ ആകെ 2 മുറിയൊന്നുമില്ല. ഞങ്ങൾ അവിടെയാണ് കഴിഞ്ഞത്. അപ്പോൾ ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. അല്ല നീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ, ഒപ്പം തന്നെ പിന്നെ പാർലമെന്ററി വ്യാമോഹമാണ്. മുഖ്യമന്ത്രി വരെ പറഞ്ഞാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു. അവിടെ തോക്കത്തില്ലായും ആ സീറ്റങ്ങനെ അതുകൊണ്ടാണ് ജയിച്ചത്. കണ്ണൂരിന്റെ പ്രത്യേകത ആലപ്പുഴ പോലല്ല. നേതാക്കന്മാർക്ക് ജയിക്കാൻ 6 സീറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 30,000 മുതൽ 70,000 വരെ ആയിരുന്നു. അവിടെ 6 സീറ്റുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ കളിപ്പറമ്പ്, കൂട്ടുപറമ്പ് ഇതെല്ലാം നേതാക്കന്മാർക്ക് മത്സരിക്കുക പയ്യത്തൂര്. ജി സുധാകരന്റെ മറുപടിയാണ്. മുഖ്യമന്ത്രി മത്സരിച്ചത് 9 തവണ. അദ്ദേഹം മത്സരിച്ചത് സുരക്ഷിത മണ്ഡലത്തിലാണ്. ഒപ്പം തന്നെ ചെറ്റ എന്ന് വിളിച്ചതിലുള്ള മറുപടി, ചെറ്റത്തരം എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോടുള്ള അദ്ദേഹത്തിന്റെ മറുപടി. ഫൈസൽ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീനും ചേരുകയാണ്. അതിൽ ഫൈസലിലേക്ക് പോവുകയാണ്. ഫൈസൽ, മുഖ്യമന്ത്രിയുടെ പരാമർശം അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുക, അതുവഴി പ്രചാരണ രംഗത്തേക്ക് ആ പരാമർശം കൂടി കൊണ്ടുവരിക എന്നുകൂടി UDF ഇപ്പോൾ കരുതുന്നുണ്ടാകും, ജി സുധാകരൻ കരുതുന്നുണ്ടാകും. അപ്പോൾ അത് പ്രചാരണ രംഗത്ത് ആ ഒരു വാക്ക് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് തന്നെ വെച്ച് തന്നെ മുന്നോട്ട് പോകും അല്ലേ? തീർച്ചയായും ജി സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇത് തന്നെയായിരിക്കും പ്രധാനമായും UDF ഇനി അടുത്ത പ്രചാരണ യോഗങ്ങളിലൊക്കെ തന്നെയും പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ, അതായത് 1.5 മണിക്കൂറോളം നീള ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും അമ്പലപ്പുഴയിലും ഉൾപ്പെടെ UDFന്റെ അകത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. കാരണം അതൊരു അതൃപ്തി സൃഷ്ടിക്കുന്നതായിരുന്നു ഈ UDF പ്രവർത്തകരെ സംബന്ധിച്ച്. എന്നാൽ ഇന്ന് അത് മാറുമ്പോൾ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ UDF പ്രവർത്തകർക്കുൾപ്പെടെ വലിയ രീതിയിൽ അത് ആഹ്ലാദകരമാണ് എന്നൊക്കെ തന്നെ പറയേണ്ടി വരും മഹേഷ്. അതായത് ഈ ചെറ്റ എന്ന് വിളിച്ചത്, അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ജി സുധാകരന്റെ പരാമർശങ്ങളിൽ ജി സുധാകരത്തിന്റെ നീക്കത്തിനെതിരെ അദ്ദേഹം ചെറ്റത്തരമാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ഒരു പരാമർശം ഉന്നയിക്കുന്നത്. ആ പരാമർശത്തിനാണ് ഇപ്പോൾ ജി സുധാകരൻ മറുപടി നൽകിയിരിക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കുഞ്ചൻ സ്മാരക ഹാളിൽ നടന്ന അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിലാണ് ജി സുധാകരൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ജി സുധാകരൻ പറയുന്നത് ചെറ്റ എന്ന് വിളിച്ചതിൽ താൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ജി സുധാകരൻ പറയുന്നത്. ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്നുള്ളത്. തന്റെ 18 വയസ്സ് വരെ താൻ ചെറ്റക്കുടിലിൽ ആണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതീകമായാണ് താൻ അതിനെ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥങ്ങൾ അറിയില്ല, നിഘണ്ടു വായിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിക്കുമെങ്കിലും താൻ അദ്ദേഹത്തെ ചീത്ത പറയില്ല, അതിന്റെ ഗുരുത്വമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചെറ്റ എന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് പറഞ്ഞാലും അത് താൻ
അതിനെ താൻ ചീത്ത പറയില്ല എന്ന് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുമെങ്കിലും അദ്ദേഹത്തെ ഒരിക്കലും ചീത്ത പറയില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അതാണ് തന്റെ ഗുരുത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ പാർലമെന്ററി വ്യാമോഹമാണെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ആ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ആ മറുപടിയിലൂടെ ജി സുധാകരൻ. കാരണം മുഖ്യമന്ത്രി ഇപ്പോൾ 6 തവണയോളം മത്സരിച്ചു. ഈ 6 തവണ മത്സരിച്ചതും സുരക്ഷിത മണ്ഡലത്തിലാണ്. ആലപ്പുഴ, കണ്ണൂർ പോലെയല്ല ആലപ്പുഴ എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചു. ഈ 9 തവണ മത്സരിച്ചതും സുരക്ഷിത മണ്ഡലത്തിലാണ്. കണ്ണൂരിലാണ് അദ്ദേഹത്തിന്റെ, ധർമ്മടത്താണ് അദ്ദേഹം മത്സരിച്ചത്. അവിടെയൊക്കെ അതുപോലെയല്ല ആലപ്പുഴ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതായത് CPM-നെ സംബന്ധിച്ച് ധർമ്മട മണ്ഡലം എപ്പോഴും ജയിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ 9 തവണ മത്സരിച്ച മുഖ്യമന്ത്രിക്ക് എന്തായാലും ജയിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഇവിടെ ജയിക്കുന്നത്. ആലപ്പുഴ പോലെയല്ല കണ്ണൂർ, ആര് നിന്നാലും ജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മരിക്കുന്നതുവരെ AKG പാർലമെന്ററി മെമ്പർ ആയിരുന്നു എന്നുള്ളതും കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വരെ മുഖ്യമന്ത്രിയെ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആഞ്ഞടിക്കുന്ന രീതിയിൽ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതാണ്. കാരണം അദ്ദേഹം ആദ്യം ഈ അംഗത്വം എടുക്കാതെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുമാണ്. തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി അനുകൂലിച്ചുകൊണ്ടാണ്. അദ്ദേഹം ആദ്യമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.